മുതൽ സാധനമാണത്. അത് ഏത് കളറിലാക്കാം? ഇത്രയും നാള് യൂട്യൂബിൽ ഇരുന്ന് കണ്ടിട്ടുള്ള ഈഗിളിന്റെ ഗെയിമിംഗ് റൂം ആദ്യമില്ല, നേരത്തെ പണ്ട് നമ്മള് ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഊരി പറക്കും നല്ല CC-യില് ഒന്നും ചെയ്യാൻ പറ്റില്ല, അറിഞ്ഞോളാം, മറന്നുപോയി. പണ്ട് നമ്മളെ ഗെയിം കളിക്കുന്ന ഗ്രാഫിക് കാർഡ് ആണല്ലോ, ഒരു കൂട്ടന്നെ പോയി ഊരി എടുത്തിട്ട് എന്റെ കൊണ്ടിടും. അങ്ങനെ നടത്തുന്നത് അനീഷിന്റെ ഊരി എന്റെ ഇടും. ഇതൊക്കെ റിയൽ വണ്ടിയായിട്ടുള്ള കൊളാപ്സാ. അതായത് ഇതിപ്പം ഒരു വണ്ടി നമുക്ക് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പോലെ PUBG മൊബൈൽ പോലെ വലിയ എക്സ്പെൻസ് ഇല്ല കറക്കാൻ സ്പിൻ ചെയ്യാനോ. PUBG മൊബൈലൊക്കെ എത്ര രൂപ പൊട്ടിക്കണം? ഇത് വിസി മാത്രമേ കളിക്കാൻ പറ്റും, മൊബൈലിൽ കളിക്കാൻ പറ്റൂല. ഞാൻ ജസ്റ്റ് ഗെയിമിനകത്തൊരു ഗണ്ണെടുത്ത് തരാം. ഇതിന്റെ റീകോയിലേ ഇങ്ങനെ ഇത് കണ്ടോ, ഇങ്ങനെ പോകും. ഇതാണ് അതിന്റെ റീകോയില്. കൺട്രോൾ ചെയ്തതാ ഇങ്ങനെ. ശരി തന്നെ. പണ്ടത്തെ എനിക്കിപ്പോ മൗസ് തുടങ്ങുമ്പോൾ എനിക്ക് മറ്റേ പുതിയ ആളെ കളിക്കാൻ ഞാൻ കമ്പ്യൂട്ടർ കാലം പറയും. ഇത് നമുക്ക് FPV DPV ആയിട്ടൊക്കെ സ്വിച്ച് ചെയ്യാം. ഇതിപ്പോ നമ്മൾ DPV ആണ് കളിക്കണേ. എനിക്ക് FPV ആയി തന്നെ. ഇങ്ങനെ ഇത് 66 മണിക്കൂർ കളിച്ചതിന്റെ അത് വെച്ച് എനിക്ക് ഇപ്പഴും ഞാൻ വലിയ പ്രോയൊന്നും അല്ല ഇതില്. ഇങ്ങനെ ഇത് വലിച്ചു വിട്ടോണ്ട് വന്നായിരുന്നാ മതി. ഇത് കുറച്ച് പാടാണ്. തോക്കൻ സ്കിന്നുള്ള സ്കിന്നല്ല, ഇതിന്റെ അതുപോലെ ആ ക്യാരക്ടറിന്റെ കോസ്റ്റ്യൂം അടിപൊളിയാ. ഇതൊക്കെ പൈസ കൊടുത്താണ് മേടിക്കുന്നത്. ഇത് ഈ കോസ്റ്റ്യൂം മറ്റേ ബ്ലാക്ക് മീ തൂക്കം എന്ന് പറഞ്ഞൊരു കുരങ്ങന്റെ ഗെയിം ഇറങ്ങിയില്ലേ, അതിനകത്ത് അവന്റെ ഡ്രസ്സാ. എനിക്ക് ഇതിനാണ് പണ്ട് ജൂഡ് നമ്മളോട് ഗെയിം ബ്രാൻഡിലാണ് ജൂഡ്. ഞാൻ അവന്റെ കമ്പ്യൂട്ടർ ഉള്ളൂ. അപ്പൊ ഇതേ കുട്ടി അങ്ങനെയാണ് ഞാൻ അവന്റെ ഇത് കാണണം. അത് കഴിഞ്ഞ് ഏറ്റവും ഒരു ഗെയിം ബ്രാൻഡിനെ കാണാൻ തന്നെയാണ്. പക്ഷെ അവ ഇപ്പം ഗെയിം കളി അങ്ങനെയൊന്നുമില്ല. അതായത് പ്രൊഡക്ടറാ, ലാപ്ടോപ്പ് ഉണ്ടോ അതിൽ ഭയങ്കര ഫുട്ബോൾ ബ്രാൻഡിനായിരുന്നു. ഇത് ഈ ഗെയിമിന്റെ ഏറ്റവും നിങ്ങളിപ്പോ ഞാൻ പറഞ്ഞില്ല 1.5 ലക്ഷം രൂപയ്ക്ക് മേടിക്കുന്ന PC. 1.5 ലക്ഷം രൂപയ്ക്ക് മേടിക്കുന്ന PC-ൽ നിങ്ങൾക്ക് ഇത് മര്യാദ കളിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഈ അൾട്ര എന്നുള്ളത് ഇവിടെ കൊണ്ടുകൊണ്ട് വരും. ലോയും അതിന്റെ താഴെ ഉണ്ട്, വെരി ലോ, മീഡിയം, ഹൈ, അൾട്ര. എന്താണ് കുട്ടി ഇതില് ഒരു 10 കില്ലൊക്കെ ഒരു കളിയിൽ എടുക്കാന്ന് പറഞ്ഞാൽ ദൈവമാ. PUBG മൊബൈൽ പോലല്ല. PUBG മൊബൈലൊക്കെ 10 കിലോ 15 കിലോയിലൊക്കെ എടുക്കാം നമുക്കിപ്പോ. പക്ഷെ ഇതിലെടുക്കാന്ന് പറയുന്നത് കുറച്ച് ദൈവമാവണം. ഇത് ഭയങ്കര ഇതില് നമുക്ക് ഒന്നും ചെയ്യാനില്ല ബ്രോ. അത് വേറെ നമ്മളൊരു യഥാർത്ഥ ആള് നിന്ന് കളിക്കുന്നവർ ഇപ്പോഴും അറിയാം. ഇവൻ നോക്കിട്ട് ക്യാരക്ടർ മൂവി നോക്കി കളിക്കണോ? ഞാൻ കണ്ണെടുത്തരാം. അതല്ല ഇവിടെ സ്ക്രീനിൽ നോക്കണ്ട. നിക്ക് ഒരു വയസ്സിലൊക്കെ അപ്പൊ ഞാൻ കളിച്ചോളാം ഇനി. പിന്നെ ഇവനിവിടെ ഗെയിം കളിക്കുന്ന സാധനങ്ങൾക്ക് ഒരു കുറവുണ്ടാവില്ല, ഇഷ്ടം പോലെ ഉണ്ട്. പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അതെ, എങ്ങനെ കൊള്ളാവോ? ഇല്ല, ഇത് എന്റെ PC ഞാൻ തരത്തില്ല. നമ്മളെ കച്ചമാരാണ് പറടാ, കൊച്ചു പിള്ളേർ കളിക്കട്ടെ, മാറി. ആ മൗസ് വേണം ഇനി. പഠിച്ചു എന്നുള്ളതാണ് കണ്ടുകൊണ്ട് മൗസും പിടിച്ച കീബോർഡ്. അതെ മൗസും പിടിച്ച കീബോർഡ്. അയ്യോ, അത് എന്തിനാ എടുത്ത് താഴെ ഇട്ടേ? കളിക്കണം, കളിക്കാൻ ഇറങ്ങൂല. ഇനി ഒരു ഡ്യൂപ്ലിക്കേറ്റ് കമ്പ്യൂട്ടറും ഒരു കീബോർഡ് വാങ്ങിച്ചു വെക്കണം. എന്റെ വീട്ടിൽ തന്നെ രണ്ട് കമ്പ്യൂട്ടർ ഇരിക്കും. പൊട്ടിക്കാത്ത പുതിയ കമ്പ്യൂട്ടർ താഴെ ഇരിക്കുന്നത്. എത്ര ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ കളിച്ച് പഠിക്കട്ടെ. ബ്രോ ഇനി വരാൻ പോണെന്ന് പറഞ്ഞാലേക്ക് ഞാൻ സത്യം പറയാം, ഇനി ഇതൊന്നും അല്ല. നമുക്ക് ഈ സ്പോർട്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇനി നമ്മുടെ നാട്ടിലെ പിള്ളേരൊക്കെ ഇനി ഷൈൻ ചെയ്യാൻ പോണതേ ഉള്ളൂ. ഞാൻ ഉറപ്പായിട്ടും അവനെ ഞാൻ പഠിപ്പിക്കത്തില്ല, ഞാൻ പറയത്തില്ല, പഠിപ്പിക്കും. അതിന്റെ കൂടെ ഞാൻ എന്തായാലും ഇതിൽ കൊണ്ടുപോകുമ്പോൾ, കാരണം എനിക്കറിയാം ഇതിന്റെ ഓപ്പർച്യൂണിറ്റി എന്താണ്. ഞാൻ ഇതിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് 8 വർഷമായി. എനിക്കറിയാം ഇതിന്റെ ഓപ്പർച്യൂണിറ്റി എന്തൊക്കെയാണ്, എനിക്ക് വരുന്നത് എന്തൊക്കെയാണ്. ഞാൻ ബെറ്റിംഗ് ആപ്ലിക്കേഷൻ ഒന്നും പ്രൊമോട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ അവനത് ആ വഴി പിന്തുടരണമെങ്കിൽ അത് അവന്റെ ഇഷ്ടമാണ്. പക്ഷെ ഇതിനകത്തൊക്കെ അതൊക്കെ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. അതൊക്കെ അവന്റെ കാര്യം. അവനെ നമുക്ക് ഇൻജക്ട് ചെയ്യാനില്ല, ഇൻട്രസ്റ്റ് കളിക്കട്ടെ. അനിയനെ കൊണ്ട് കളിപ്പിച്ചാലോ, അവൻ ഇനിയും സമയമുണ്ട്. പ്ലേ സ്റ്റേഷൻ ഉണ്ടായിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. ആദ്യത്തെ ആവേശത്തില് നമ്മളെ യൂട്യൂബിൽ ആദ്യത്തെ വരുമാനം കൊണ്ട് നമ്മൾ വാങ്ങിയാണ് പ്ലേ സ്റ്റേഷൻ. നമുക്ക് പണ്ട് അല്ലെ നമ്മൾ ഒരുപാട് കളിക്കാൻ ഗെയിം ഒന്നും കിട്ടിയിട്ടില്ല, നമ്മൾ ആ വാശിയിൽ പ്ലേ സ്റ്റേഷൻ വാങ്ങിച്ചു. കുറെ പയ്യന്മാർ റൂമിൽ ഫുട്ബോൾ കളിയും ബഹളമാണ് കളിയാ. എനിക്കിപ്പോ ഈഗിൾ കളിക്കാൻ എനിക്ക് ജൂഡിനാണ് ഓർമ്മ പറഞ്ഞത്. പണ്ട് ജൂഡിന്റെ അവിടെ പോയി നമ്മൾ ഇരുന്ന് ഗെയിം കളിക്കും. എന്റെ അവസ്ഥ എനിക്ക് കൊച്ചിലെ PC ഒന്നും ഇല്ലായിരുന്നു. എനിക്ക് കൊച്ചിലെന്നല്ല, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഡിഗ്രിക്ക് സെക്കൻഡ് ഇയറിൽ. എനിക്കതൊരു കമ്പ്യൂട്ടർ ഇല്ല.
ഞാനിങ്ങനെ നമ്മുടെ വീട്ടിൽ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള പിള്ളേർ, പിന്നെ വിനീത് കസിൻ അവനില്ല അപ്പുറത്തുള്ള വിനീതിന്റെ വീട്ടിൽ PC ഉണ്ടായിരുന്നു. അവൻ സ്വന്തമായിട്ട് മറ്റേ പണിക്കൊക്കെ പോയി ബിൽഡ് ചെയ്തതാ. എന്നെ വീട്ടിൽ നിന്ന് മറ്റേ പണിക്ക് പോലും വിടൂല. അച്ഛൻ ഗൾഫിലൊക്കെയാണ്, അമ്മയ്ക്ക് പേടിയാ വെളിയിലൊക്കെ പറഞ്ഞു വിടാനും ഒറ്റയ്ക്ക് വിടാൻ. അപ്പൊ എനിക്ക് കൊച്ചിലെന്ന് പറഞ്ഞാൽ അങ്ങനെ മെമ്മറിയേ ഇല്ല. എനിക്ക് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ ഗ്രാഫിക് ഡിസൈൻ അല്ലേ പഠിച്ചത്. അപ്പൊ വീട്ടില് ഡിസൈനിങ് ചെയ്യാൻ അങ്ങനെ അതിന്റെ കൂടെ ഗെയിമിംഗ് കൂടെ സാധനം എടുത്തതാ. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ പഠിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. കമ്പ്യൂട്ടർ ഞാൻ മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിൽ ഏജ്